കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മോളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണത്തിന് ഇനി എനിക്ക് വയ്യ. എത്ര കാലം ഇവളെ നോക്കേണ്ടി വന്നാലും എന്റെ മോളെ എനിക്കൊരു ഭാരമല്ല. അവളെ ഞാൻ സംരക്ഷിക്കും. പത്മാവതി അമ്മയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ആ വീട്ടിൽ എന്റെ മോൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് നിങ്ങൾ നൽകിയ സ്നേഹമാണെന്ന് എനിക്കറിയാം. ചേച്ചിയോടുള്ള അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി ഞങ്ങൾ എങ്ങനെ ചേച്ചി അങ്ങോട്ട് വിടും? ഇതുപോലെ ഇനിയോ ആവർത്തിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ആറ്റം ബോംബ് ഐറ്റങ്ങളാ DKയുടെ മരുമക്കളുടെ ഭാര്യമാരെല്ലാം. പ്രിയ, എന്റെ മരുമക്കളെ കുറ്റം പറഞ്ഞോണ്ടല്ലോ ഇവിടെ കയ്യിലുകൊണ്ട് ഫോൾട്ട്. DKയുടെ വൈഫ് എന്ന അധികാരത്തോടെ നീ എപ്പോഴെങ്കിലും അവരെ ഒബേ ചെയ്തിട്ടുണ്ടോ? വൈ നോട്ട്? എന്തുകൊണ്ട് ചെയ്തില്ല? നീ നിന്റെ പവർ കാണിച്ചിരുന്നെങ്കിൽ അവർ നിന്നെ ഒബേ ചെയ്തേനെ. പകരം നീ അവരെ ലവ് ചെയ്തു. അവർ നിനക്ക് ലവിൽ പോയിസൺ ചേർത്ത് തന്നു. പക്ഷേ അതാരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അതാരായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. യു വെയിറ്റ് ആൻഡ് സീ. അതൊന്നും വേണ്ടമ്മേ. ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും ആരോടും അന്വേഷിക്കാനും പോണ്ട. ഞാൻ പോകുന്നില്ലേ, അതോടെ അവരുടെ പ്രശ്നവും തീർന്നില്ലേ? ഇനി അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചോട്ടെ. അതിന്റെ ഇടയില് നമുക്കിതങ്ങ് മറന്നേക്കാം. നോ, എനിക്കൊട്ടും മറവിയില്ല. ഞാൻ എല്ലാം ഓർത്തിരിക്കുന്ന ആള് തന്നെയാ. എന്റെ മോനും അങ്ങനെ തന്നെയാ. ബെറ്റി, അതാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് വരെയെങ്കിലും നീ അമരാവതി വേണം. അതൊന്നും ഇനി വേണ്ട പത്മാവതി അമ്മേ. എല്ലാം ഉപേക്ഷിച്ചു പോന്നവളാ ജ്യോതി. ഞാനിവളുടെ രണ്ടാനമ്മയാ. പക്ഷേ ഇവൾ എന്നെ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അവൾക്കത് അറിയില്ല. സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. അതുകൊണ്ടാ DK കൊടുക്കാന്ന് പറഞ്ഞ നഷ്ടപരിഹാരം പോലും ഇവള് വേണ്ടാന്ന് പറഞ്ഞത്. എന്നെപ്പോലെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ കിട്ടാവുന്ന നഷ്ടപരിഹാരം വാങ്ങിയിട്ടേ അവിടുന്ന് പോരൂ. അമരാവതി വീട് ഞാൻ ഇവിടെ പേരിൽ വിൽപത്രമാക്കിയതാ. അതുപോലെ ഇവള് വേണ്ടാന്ന് പറഞ്ഞു. അത് അമ്മേനെ പറ്റിക്കാൻ നോക്കിയതല്ലേ? പറ്റിക്കാനോ? ഞാനോ? അതെ, അമ്മ തന്നെ. ബേട്ടി, അമരാവതി എന്റെ പേരിൽ എഴുതി വെച്ചാ ഞാൻ പിന്നെ അവിടുന്ന് പോകത്തില്ലല്ലോ. അതായിരുന്നില്ല അമ്മയുടെ ഐഡിയ. കാഞ്ഞ ബുദ്ധിയാ അമ്മയുടെ. നിനക്കത് മനസ്സിലായല്ലേ? ആ വിൽപത്രം അമ്മ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് പിടികിട്ടി അത് അമ്മയുടെ ഒരു ട്രാപ്പാണെന്ന്. ബേട്ടി, എന്നാ ഞാനൊരു ട്രൂത്ത് പറയട്ടെ. അമരാവതി വീട് ഞാൻ നിനക്ക് മാത്രമേ തരൂ. അവളുമാർക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല. അതൊന്നും വേണ്ടമ്മേ. അവർക്കൊക്കെ ആഗ്രഹം ആ വീടാ. അതിനായിപ്പോ ഈ വഴക്കെല്ലാം. അമ്മ എന്റെ കൂടെ ഇവിടെ താമസിച്ചോ, ഞാൻ എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കില്ലേ? എന്നാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. പത്മാവതിയമ്മേ, എന്തായാലും നിയമപരമായിട്ട് പിരിയാൻ ഇവര് തീരുമാനിച്ചു കഴിഞ്ഞു. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടു.
ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. പത്മാവതി അമ്മയ്ക്ക് എപ്പോ വേണേലും ഇവിടെ വരാം, മോളെ കാണാം, ഉള്ള സൗകര്യത്തിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷേ ആ കൊലക്കളത്തിലേക്ക് ഇനി എന്റെ മോളെ ഞാൻ വിടില്ല. എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. അമ്മേ, അമ്മേ, ഇതെന്തത്? മൈ സൺ, ഐ എം ഗോയിങ്. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട. ഞാൻ പോകുന്നു. ഇത് DKയുടെ കൊടുക്കാം. DK, ഇത് അമ്മയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ പോകുന്നു. എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട. ഈ അമ്മയുടെ ഒരു കാര്യം. DK, അമ്മ എവിടെ പോയതായിരിക്കും? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ സംശയിക്കണ്ട. അമ്മ ആ ബേക്കറിക്കാരി ജ്യോതിയെ കാണാൻ തന്നെ പോയതായിരിക്കും. എന്നാ DK ഒന്ന് വിളിക്കേ, എവിടെയാന്ന് അറിയാലോ. അറിയാനൊന്നുമില്ല, അവിടെ തന്നെ കാണും. സ്ഥിരം നാടകത്തിലെ സീനല്ലേ ഇത്. അമ്മ എന്തിനാ പറയാതെയൊക്കെ എങ്ങനെ പോകുന്നത്? Who told you? നല്ല ഭംഗിയായിട്ട് ഞാൻ അവിടെ റിട്ടേൺ ലെറ്റർ എഴുതി വെച്ചിട്ടാ പോകുന്നത്. എന്തെഴുതി വെച്ചുന്നാ? എന്നെ ഇനി അന്വേഷിക്കണ്ട, ഞാൻ പോവുകയാണെന്ന്. എന്റെ അമ്മേ, അത് വായിച്ച ആരായാലും പേടിക്കില്ലേ? ആര് പേടിക്കാൻ? യു ലുക്ക്, ദേ ഇപ്പൊ കാണാം. ദേ പറഞ്ഞു തീർന്നില്ല, ദേ വന്നു. അമ്മ ഫോൺ എടുക്ക്. നോ നോ നോ, ഞാൻ എടുക്കില്ല. വേണമെങ്കിൽ യു ടേക്ക് കോൾ. അയ്യോ, എനിക്കെങ്ങും വയ്യ. ആ, എന്നാ പിന്നെ അവിടെ കിടന്ന് കിരണി അടിക്കട്ടെ. അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ. എടുക്കും, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ വിളിക്കുന്നു, ഒന്ന് എടുക്കമ്മേ. നോ, എനിക്കൊന്നും അവനോട് സ്പീക്കാനില്ല. നിന്റെ ഹസ്ബൻഡ് അല്ലേ, നീ എടുത്തോ. അയ്യോ, എനിക്കെങ്ങും വയ്യ. എന്നാ പിന്നെ അവിടെ കിടന്നങ്ങ് അടിക്കട്ടെ. ഐ ഡോണ്ട് കെയർ. ഇത് അമ്മ മനഃപൂർവ്വം എടുക്കാത്ത. ഈ അമ്മ എന്ത് ഭാവിച്ച?
നീ ഇവിടെ കിടന്ന് അടിക്കത്തേ ഉള്ളൂ. എന്നോടാണോ കളി? അമ്മ എടുത്തില്ലെങ്കിലേ അവര് വല്ല പോലീസിലും അമ്മയെ കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. പോലീസ് വന്ന് അമ്മയെ പിടിച്ചോണ്ട് പോകും. ഏത് പോലീസ്? ഞാൻ ഇനി കുറച്ച് ദിവസം നിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പോവാ. പോലീസിനെയൊക്കെ മരിറ്റിൽ കണ്ണം നോക്കിക്കോളൂ. നിനക്ക് അത്രയ്ക്ക് സോറ തോന്നുന്നുണ്ടെങ്കിൽ നീ എടുത്തോ. നിന്റെ ഹസ്ബൻഡ് അല്ലേ, എടുക്ക്. എടുക്ക്. ഞാൻ റെസ്റ്റിലാണെന്നേ പറഞ്ഞാ മതി. എന്താന്ന്? ഞാൻ റെസ്റ്റ് എടുക്കുവാണെന്ന് പറഞ്ഞാ മതി. എന്നാ എടുക്കട്ടെ. സ്പീക്കറിലിട്. ഹലോ, സരോവരത്തിൽ സുധാകരൻ നായരുടെ മകൾ ജ്യോതി സ്പീക്കിംഗ്. ഹു ആർ യു? നീ ഫോൺ അമ്മയ്ക്ക് കൊടുക്ക. സോറി മിസ്റ്റർ, അതൊന്നും പറ്റില്ല. അമ്മ ഇപ്പൊ റെസ്റ്റില്ല. ഇപ്പൊ സ്പീക്കാൻ പറ്റില്ല. എടീ, മര്യാദയ്ക്ക് അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ദേ, എന്റെ അടുത്ത് കളിക്കില്ലേ, ഞാൻ പറഞ്ഞേക്കാം. അതിന് ഞങ്ങളിവിടെ കളിക്കുവാണെന്ന് ആരാ പറഞ്ഞേ? യുവർ മദർ ഇസ് ടേക്കിംഗ് റെസ്റ്റ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ റെസ്റ്റിലാണെന്ന്. ദയവായി അല്പസമയം ക്ഷമിക്കുക, എന്നിട്ട് വീണ്ടും വിളിക്കുക. ബേട്ടി, ഇങ്ങതാ, ഇനി ഞാൻ സ്പീക്കാം. Yes, my son. What do you want? അമ്മ ഇത് എന്ത് പരിപാടിയാ കാണിച്ചത്? ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പോകുന്നതാണോ മര്യാദ? ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ വണ്ടി അയക്കും. ഇപ്പൊ തന്നെ അതീ കയറി പോന്നേക്കണം. No. നിന്റെ വണ്ടിയിൽ ഇനി ഞാൻ കേറില്ല, my son. ഞാനേ ഇനി ജ്യോതിമോടെ കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ പോവാ. Don't disturb me. ഫോണും കട്ട് ചെയ്തു. വയസ്സായി ഇങ്ങനെ ഉണ്ടാവും അഹങ്കാരം. എവിടെയെങ്കിലും പോയി താമസിക്കണം. നീ എന്തിനാ ചിരിക്കുന്നേ? ഗെറ്റ് ഔട്ട്. ഇതെല്ലാം ബേക്കറിക്കാരി ഒറ്റ ഒരുത്തി കാരണം സംഭവിച്ചോ? ഇഡിയറ്റ്. അമ്മയുടെ മോൻ നല്ല ചൂടില്ല. അവനെ പെറ്റ മദറാ ഈ ഞാൻ. മദർ ഓഫ് ഹിറ്റ്ലർ. മനക്കോട്ട കെട്ടിയതൊക്കെ പോയല്ലോ മായേച്ചി. അമ്മ ജ്യോതിയെ വിളിച്ചതേ ഇപ്പൊ ഇങ്ങെത്തും. എന്നെ ഇനി അന്വേഷിക്കണ്ട, ഞാൻ പോകുന്നു. എന്തായിരുന്നു നാടകം? പോയതേ മരുമോളുടെ വീട്ടിലേക്കായിരുന്നു എന്ന് മാത്രം. ആ കുറിപ്പൊക്കെ അമ്മയുടെ പറ്റിക്കലാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്റെ ഒരു വിധി. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഞാനാ. ജ്യോതി വന്നപ്പോ അമ്മ കാലു മാറി. താക്കോൽ അവളുടെ കയ്യിലായി. ഇപ്പൊ വീണ്ടും എല്ലാം എന്റെ കയ്യിൽ വന്നു എന്ന് കരുതിയതാ. അപ്പോഴാ വിഷത്തിന്റെ രൂപത്തില് നിങ്ങളിൽ ആരോ എന്റെ നെഞ്ചിനിട്ട് കുത്തിയത്. മായച്ചക്ക് ഞങ്ങൾ ഇപ്പോഴും സംശയമാണോ? എങ്ങനെ സംശയിക്കാതിരിക്കും? സന്തോഷത്തോടെ അവൾ ഈ പടിയിറങ്ങി പോയനെ. അവളെ തിരിച്ചു വിളിക്കാൻ ആരും പോകില്ലായിരുന്നു. എല്ലാം കീഴ്മേൽ മറിച്ചത് ആ വിഷം കൊടുത്ത തെണ്ടിയാ. അതാരായാലും എന്റെ കയ്യിൽ കിട്ടിയ ഒറ്റ കുത്തി കൊല്ലും ഞാൻ. അയ്യോ, അതിന് മായച്ച എന്തിനാ എന്നെ കുത്താൻ വരുന്നേ? അയ്യോ, നല്ല തിളച്ചു. ഒഴിക്ക്.
DKക്ക് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. എന്താടി ഉണ്ടാക്കണി നോക്കുന്നേ? ഒരു കാര്യം ഞാൻ പറയാം, അവളിനി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന നിനക്കെല്ലാം വിഷം തന്ന് ഞാനും ചാവും. നോക്കിക്കോ. നോക്കി നിൽക്കാതെ ചായ ഒഴിക്കും. ഇതെന്ത് പറ്റി? തലയ്ക്ക് വല്ല ഷോക്കും അടിച്ചോ? ആ കത്തി കൊണ്ട് കുത്താത്തത് എന്റെ ഭാഗ്യം. ചായ. ഇങ്ങനെയാണോ ചായ ഇടുന്നത്? മധുരമില്ല, കടുപ്പമില്ല. ഏത് നിമിഷവും കുശുമ്പും കുണ്ടായ്മ മാത്രം തലയിൽ കയറ്റി നടന്നാ പോരാ. ഇടയ്ക്ക് ഇതിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആരാ ഈ ചായ ഇട്ടത്? ഇതുകൊണ്ടേ അവളുടെ തല ഒഴിച്ചു കൊടുക്ക. കൊണ്ടുപോ. നിക്കേ. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ആരോട് ക്ഷമിക്കില്ല. ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ നടക്കണം. മനസ്സിലായോ? പറഞ്ഞ കേട്ടില്ലേ? കേട്ടു. പൊയ്ക്കോ. ബേട്ടി, നീ എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത്? ട്രൂത്ത് പറയാമായിരുന്നില്ലേ? ആരാണ് പോയിസൺ തന്നതെന്ന് അവര് തെളിയിച്ചേനെ. അതിനു പകരം നീ അവരെ സേവ് ചെയ്തു. ഹൂ ആർ യു? മദർ തെരേസയോ? വലിയ വിശുദ്ധ ജപം നടക്കുന്നു. ഫൂൾ. എടി, അവളുമാരെ എല്ലാം പോലീസ് സ്റ്റേഷൻ കയറ്റി നല്ല ഇടിയിടിക്കാനുള്ള ചാൻസാ നീ കളഞ്ഞു കുടിച്ചത്. ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുത്ത ആളാ ഈശോ. നീ ആരാ? ഈശോയുടെ അനിയത്തിയോ? നിന്നെയുണ്ടല്ലോ അടിച്ചില്ല. അമ്മ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഞാനത് പറഞ്ഞ പിന്നെ അമരാവതിയിൽ ഉണ്ടാവുന്ന പുകിലെന്താണെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞ പോലെ പോലീസ് വരും, ചോദ്യം ചെയ്യും. ചിലപ്പോ പോലീസുകാർ പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യും. അമ്മ പറഞ്ഞ പോലെ അവര് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ജയിലിലും കിടക്കേണ്ടി വരും. ചിലപ്പോ കൊല്ലങ്ങളോളം. അവരാരും അതൊന്നും താങ്ങത്തില്ലമ്മേ. സഹിക്കാൻ വയ്യാതെ അവര് ചിലപ്പോ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചൊന്നു വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ആർക്കാ നാണക്കേട്? ആ വീടിനും DKക്കും അല്ലേ? ഒരു ഭാര്യയുടെ കടമ എന്താ? ഭർത്താവിന്റെ അഭിമാനം രക്ഷിക്കാന്നല്ലേ? ഞാനും അതേ ചെയ്തോളൂ. അമരാവതി വീടിനു മേൽ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല. ആ വീട്ടിൽ നിന്ന് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. പത്രത്തിലും ചാനലിലും ഒന്നും മോശമായി DKയുടെ കുടുംബത്തെപ്പറ്റി ഒരു വാർത്തയും വരരുത്. എന്റെ ഭർത്താവിന്റെ അഭിമാനം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം. ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്തു. അതിൽ എനിക്കിപ്പോഴും ഒരു ദുഃഖവും ഇല്ല, നഷ്ടബോധവുമില്ല. ഞാനില്ലെങ്കിലും അമരാവതിയിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അത് മതി എനിക്ക്. മൈ ലിറ്റിൽ കണ്ണ, ഇവളെയാണല്ലോ അവര് കൊല്ലാൻ നോക്കിയത്. ബേട്ടി, അമരാവതി വീടല്ല,
ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ അത്ര വിലയൊന്നും അതിനുണ്ടാവില്ല. നീ ഡയമണ്ട് അടിമോളെ, ഡയമണ്ട്, ഒറിജിനൽ ഡയമണ്ട്. നഷ്ടപ്പെട്ടത് മൈസാണിന്. നിന്റെ വില എന്താണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മരിച്ചുപോയ സുപ്രിയയ്ക്ക് വേണ്ടി ലൈഫ് വേശാക്കുന്ന ഫൂളാണ് മൈസൺ. നിന്റെ ഹസ്ബൻഡ് ആയിരിക്കാൻ അവന് യാതൊരു യോഗ്യതയുമില്ല.